മനുഷ്യർ ഭൂമിയിൽ വാസമാരംഭിക്കാൻ തുടങ്ങുന്നതിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപായി നമ്മുടെ ഭൂമി ഭരിച്ചിരുന്ന വലിയ ജീവികളെക്കുറിച്ചുള്ള അന്വേഷണം ഇന്നും തുടരുകയാണ്. ഇത്തരത്തിലുള്ള അത്ഭുതകരമായ ഒന്നാണ് വാസുകി ഇൻഡിക്കസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അതിപ്രാചീന പാമ്പ്. ഭാരതത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തു നിന്നുമുള്ള ഇതിന്റെ കണ്ടെത്തലുകളിലേക്കാകാം ഇന്നത്തെ നമ്മുടെ യാത്ര. ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പാമ്പ് ഏതെന്ന് ചോദിച്ചാൽ ടൈറ്റനോബോവ എന്നായിരിക്കും നിങ്ങളുടെ മറുപടി. എന്നാൽ ടൈറ്റനോബോവയേക്കാൾ വലിയൊരു പാമ്പ് നമ്മുടെ ഇന്ത്യയിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെയൊരു ഭീമൻ പാമ്പിനെ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കണ്ടെത്തിയിട്ടുണ്ട്. 2005 ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാനേന്ദ്രോ ലിഗ്നൈറ്റ് ഖനിയിൽ നിന്നുമാണ് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഈ ഭീമൻ പാമ്പിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വാസുകി ഇൻഡിക്കസ് എന്നാണ് ഈ ഭീമൻ പാമ്പിന് ഗവേഷകർ പേര് നൽകിയിരുന്നത്. വാസുകി എന്നത് ഹിന്ദു പുരാണങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭീമൻ പാമ്പാണ്. പുരാണമനുസരിച്ച് പരമശിവന്റെ കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന പാമ്പിന്റെ പേരും വാസുകി എന്നാണ്. കശ്യപന്റെയും കദ്രുവിന്റെയും മക്കളിലൊന്നായ വാസുകി വളരെ ശക്തനും നാഗരാജാക്കന്മാരിൽ പ്രധാന ശിവഭക്തരിൽ ഒരാളുമായിരുന്നു. സമ്പൂർണ്ണ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള പാലായി മദനത്തിൽ നിന്നും പുറത്തുവന്ന കാളക്കൂട വിഷം പരമശിവനെ കൂടാതെ വാസുകിയും കുടിക്കുകയുണ്ടായി. ഇതു കണ്ടു പ്രീതനായ ശിവൻ അന്നു മുതൽ വാസുകിയെ കഴുത്തിൽ ഹാരമായി അണിയാൻ തുടങ്ങിയെന്നുമാണ് ഐതിഹ്യം. എന്നാൽ ഈ പാമ്പിന്റെ ഫോസിലുകളാണോ കണ്ടെത്തിയതെന്നതായിരുന്നു ഒരു കൂട്ടരുടെ സംശയം. എന്നാൽ അത് അങ്ങനെയല്ലെന്നു തന്നെ പറയാം. ഇന്ത്യയിൽ നിന്നുമാണ് ഈ ഫോസിൽ കണ്ടെത്തിയതെന്ന് അനുസ്മരിക്കാനാണ് ഇത്തരത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ നിന്നും ഏറ്റവും പ്രശസ്തമായ പാമ്പിന്റെ പേര് ശാസ്ത്രജ്ഞർ തിരഞ്ഞെടുത്തത്. ഇന്ത്യയിലെ ചൂടേറിയ മിഡിലിയോസിൻ കാലഘട്ടത്തിലാണ് ഇവ ജീവിച്ചിരുന്നതെന്നാണ് കരുതപ്പെടുന്നത്. അതായത് ഏകദേശം 47 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ്. ഡൈനോസറുകളുടെ വംശനാശം കഴിഞ്ഞ് പുതിയ ജീവജാലങ്ങൾ ഭൂമിയിൽ വളരാൻ തുടങ്ങിയ ഒരു കാലഘട്ടം. ഈ കാലത്ത് ഇന്ത്യയും യുറേഷ്യയും തമ്മിലുള്ള പ്ലേറ്റുകൾ കൂടിച്ചേരുന്നത് മൂലം വലിയ ഭൗമപരിവർത്തനങ്ങളാണ് നടന്നിരുന്നത്. ഈ കാലഘട്ടത്തിൽ ഇവിടം വലിയ വനമായിരുന്നെന്നും വാസുകി ഇൻഡിക്കസ് അവിടെ വളർന്നതായും കരുതുന്നു. ഒരു ബസിന്റെ ഇരട്ടിയോളം നീളം ഇവയ്ക്കുണ്ടായിരുന്നെന്നും പറയപ്പെടുന്നു. അതായത് 40 മുതൽ 50 അടി അഥവാ 10 മുതൽ 15 മീറ്റർ വരെ നീളവും 1 ടൺ വരെ ഭാരവും ഉണ്ടായിരുന്നെന്നാണ് കണ്ടെത്തൽ. ഈ കണക്കുകൾ പ്രകാരം വാസുകി ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും നീളമുള്ള പാമ്പായി മാറുന്നു. ഏഷ്യയിലെ റെറ്റിക്കുലേറ്റഡ് പൈത്തണാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പ്. ഇതിന് 33 അടി വരെ നീളമുണ്ട്. ഇതുവരെ ഗവേഷകർ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പായ ടൈറ്റനോബോവയേക്കാൾ വാസുകി ഇൻഡിക്കസിന് വലിപ്പം ഉണ്ടായേക്കാമെന്നുമാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. ഇന്നുള്ള അനാക്കോണ്ടയെയും പൈത്തണയെയും പോലെ ഇരയെ വലിഞ്ഞു മുറുക്കി പിടിക്കുകയായിരുന്നു വാസുകി ഇൻഡിക്കസിന്റെയും രീതി. കട്ടിയുള്ള ശരീരവും ഇരയെ വലിഞ്ഞു മുറുക്കി കൊന്ന ശേഷം മുഴുവനായി വിഴുങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ഘടനയുമായിരുന്നു ഇവയ്ക്ക്. ഏതുതരം ഇരകളെയാണ് ഭക്ഷിച്ചിരുന്നതെന്ന് കൃത്യമായി ഗവേഷകർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വാസുകി ഇൻഡിക്കസിന്റെ ഫോസിലുകളിൽ നിന്ന് റേഫിഷ്, കാറ്റ്ഫിഷ്, ആമകൾ, മുതലകൾ, പ്രാകൃത തിമിംഗലങ്ങൾ എന്നിവയുടെയും ഫോസിലുകൾ കണ്ടെത്തിയിരുന്നു. ഇവയിൽ ചിലതിനെ വാസുകി ഇരയാക്കിയിരിക്കാം എന്നാണ് ഗവേഷകർ പറയുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഭൂഖണ്ഡവും യുറേഷ്യയും തമ്മിൽ കൂടിച്ചേർന്നതിനു ശേഷം ഇന്ത്യയിൽ നിന്നും തെക്കൻ യുറേഷ്യ വഴി വടക്കേ ആഫ്രിക്കയിലേക്ക് വ്യാപിച്ചതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. 2005 വാസുകിയുടെ ഫോസിലുകൾ ആദ്യം കണ്ടെത്തിയപ്പോൾ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന പ്രത്യേക ഇനം മുതലുകളുടെ ഫോസിലുകളാണെന്നാണ് ആദ്യം കരുതിയിരുന്നത്. ഗുജറാത്തിലെ കൽക്കരി ഖനിയിൽ നിന്നും 27 നട്ടെല്ലുകളുടെ ഫോസിലുകളായിരുന്നു കണ്ടെത്തിയിരുന്നതും. ഇതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു പിന്നീടുള്ള പഠനം. ഇതിലൂടെ ഇവയ്ക്ക് 40 മുതൽ 50 അടി വരെ നീളമുള്ളതായി കണ്ടെത്തി. അതായത് ദിനോസറുകളിലെ തന്നെ ഭീമനായ ടിറെക്സിനേക്കാളും നീളം. ഈ ഇനം ദിനോസറുകൾക്ക് 40 അടി നീളമാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ വാസുകി ഇൻഡിക്കസ് എത്രത്തോളം വലുതായിരിക്കുമെന്ന്. ഏകദേശം 2.5 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയും ഇവയുടെ ഫോസിലുകൾക്കുണ്ടായിരുന്നു. 1 ടൺ അഥവാ 1000 കിലോയോളം ഭാരവും ഇവയ്ക്കുണ്ടായിരുന്നു. ഫോസിലുകളുടെ ആകൃതിയും അളവും അനുസരിച്ചാണ് അതിൻ്റെ വലിപ്പം ടൈറ്റനോബോവയ്ക്കും അനാക്കോണ്ടയ്ക്കും സമമായി കണ്ടെത്തിയത്. വാസുകി ഇൻഡിക്കസ് ലോകത്ത് ഇന്നുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പാണ്. എന്നാൽ ടൈറ്റനോബോവയേക്കാൾ വലുതാണോ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ ഗവേഷകർക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്ന രാക്ഷസ പാമ്പുകളായിരുന്നു ടൈറ്റനോബോവകൾ.
2009 സെറോജോൺ കൽക്കരി ഖനിയിൽ നിന്നുമാണ് ഇതിന്റെ ഫോസിലുകൾ കണ്ടെടുത്തത്. ഇവയ്ക്ക് ഏകദേശം 12.8 മീറ്റർ നീളവും 1135 കിലോയോളം ഭാരവുമുണ്ടെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത്. ദിനോസറുകളുടെ വംശനാശത്തിനു ശേഷം കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഉരകവർഗമാണിവ. അതായത് ദിനോസറുകളുടെ കൂട്ടത്തിലെ തന്നെ ഏറ്റവും ശക്തനായ ടിറെക്സുമായി ടൈറ്റനോബോവകളെ താരതമ്യം ചെയ്താൽ പോലും ടിറെക്സിനേക്കാൾ 2 ഇരട്ടി വലിപ്പം ഇവയ്ക്കുണ്ട്. സാധാരണയായി തണ്ണീർത്തട പ്രദേശങ്ങളിലും ചതുപ്പു നിലങ്ങളിലുമൊക്കെയാണ് ഇവ ജീവിച്ചിരുന്നത്. ഇതുപോലെ തന്നെയാണ് വാസുകി ഇൻഡിക്കസും. ഭൂമിയിലെ താപനില ഇന്നത്തേതിനേക്കാൾ കൂടുതലായിരുന്ന ഒരു കാലത്ത് സമുദ്രതീരത്തിനടുത്തുള്ള ചതുപ്പു നിലങ്ങളിലാണ് വാസുകി ഇൻഡിക്കസ് ജീവിച്ചിരുന്നത്. അനാക്കോണ്ടകളെയും ടൈറ്റനോബോവകളെയും പോലെ തന്നെ ഇവർക്കും വിഷമുണ്ടായിരുന്നില്ല. വലുപ്പം കാരണം ഇവയുടെ സഞ്ചാരവും പതുക്കെയായിരുന്നു. ഏകദേശം 9 കോടി വർഷങ്ങൾക്ക് മുൻപ് പ്രത്യക്ഷപ്പെട്ട മാറ്റ്സോയുടെ പാമ്പ് കുടുംബത്തിലെ അംഗമായിരുന്നു വാസുകി ഇൻഡിക്കസും. എന്നാൽ ഭൂമിയിലുണ്ടായിരുന്ന താപനിലയിലെ മാറ്റം കാരണം ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുൻപ് ഈ പാമ്പിനും വംശനാശം സംഭവിച്ചു. ഈ ഭീമൻ പാമ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.